വെൽക്കം ബാക്ക് ടു മാത്സ് ട്യൂഷൻ. നോക്കുന്ന വാല്യൂ ഓഫ് കോട്ട് പൈ ബൈ 24. ഞാൻ ഓപ്ഷൻസ് ഇവിടെ എഴുതിയില്ല. നമുക്ക് പൈ ബൈ 24നെ നമുക്ക് ആദ്യം ഡിഗ്രിയിലോട്ടൊന്ന് കൺവേർട്ട് ചെയ്ത് നോക്കാം. പൈ എന്ന് പറഞ്ഞാൽ 180 ഡിഗ്രി. 12 ഇൻറ്റു 15, 12 ഇൻറ്റു 2, 15/2 ഡിഗ്രി. കോട്ട് പൈ ബൈ 24 നമുക്ക് തീറ്റയായിട്ട് അസ്യൂം ചെയ്യാം. കോട്ട് തീറ്റ 1 പ്ലസ് കോസ് 2 തീറ്റ ഹോൾ ഡിവൈഡഡ് ബൈ സൈൻ 2 തീറ്റ. 1 പ്ലസ് കോസ് 2 തീറ്റ എന്താ? 2 കോസ് സ്ക്വയർ തീറ്റ. സൈൻ 2 തീറ്റ 2 സൈൻ തീറ്റ കോസ് തീറ്റ. 1 കോസ് ക്യാൻസൽ, 2 ക്യാൻസൽ. അങ്ങനെയാണ് കോസ് ബൈ സൈൻ നമുക്ക് കോട്ട് കിട്ടിയത്. 1 പ്ലസ് കോസ് നമ്മൾ തീറ്റ പൈ ബൈ 24 ആണെങ്കിൽ 2 തീറ്റ എന്തായിരിക്കും? ഡിഗ്രിയിൽ വരികയാണെങ്കിൽ അത് 15 ഡിഗ്രി. സൈൻ 15 ഡിഗ്രി. കോസ് 15 ഡിഗ്രി നമുക്ക് എങ്ങനെ എഴുതാം? കോസ് 45 മൈനസ് 30. ഹോൾ ഡിവൈഡഡ് ബൈ cos of x minus y, cos x cos y plus sin x sin y. sin x minus y ഈ ഫോർമുല നമുക്ക് ഇവിടെ യൂസ് ചെയ്യാം. sin x cos y plus cos x sin y. 1 plus cos 45 1/√2 cos 30 √3/2 plus sin 45 1/√2 sin 30 1/2 whole divided by sin 45 1/√2 sin 30 sin a cos b. sin 45 1/√2 cos 30 √3/2 minus cos 45 1/√2 sin 30 1/2. 2√2 ഇവിടെ 2√2 LC കോമൺ ആണ് അല്ലേ? ഇവിടെ നമുക്ക് LC എടുക്കുമ്പോൾ 2√2 പ്ലസ് √3 പ്ലസ് 1 ഹോൾ ഡിവൈഡഡ് ബൈ √3 മൈനസ് 1. LC എടുത്തു കഴിയുമ്പോൾ ഇവിടെ 2√2 കോമൺ ആയിട്ട് കട്ടായി. നമുക്ക് ഇങ്ങനെ ആൻസർ ഇല്ല. എല്ലാ ന്യൂമറേറ്റർ മാത്രമേ ഉള്ളൂ, ഫ്രാക്ഷനായിട്ടല്ല. എന്ത് ചെയ്യണം? ഇതിൻ്റെ കോഞ്ചുഗേറ്റ് കൊണ്ട് ഇൻറ്റു ചെയ്യണം. √3 മൈനസ് 1ൻ്റെ കോഞ്ചുഗേറ്റ് എന്താ? √3 പ്ലസ് 1. 2√2 പ്ലസ് √3 പ്ലസ് 1 ഇൻറ്റു √3 പ്ലസ് 1 മൾട്ടിപ്ലൈ ന്യൂമറേറ്റർ ആൻഡ് ഡിനോമിനേറ്റർ ബൈ √3 പ്ലസ് 1. ഡിനോമിനേറ്റർ ഏത് ഫോം ആകും? a മൈനസ് ബി ഇൻറ്റു a പ്ലസ് ബി ഫോം. 2√2 ഇൻറ്റു √3 2√6. നമുക്ക് √3 പ്ലസ് 1 2√2 ഇൻറ്റു √3 2√2 ഇൻറ്റു 1 √3 പ്ലസ് 1 ഇൻറ്റു √3 പ്ലസ് 1 നമുക്ക് ഒരുമിച്ച് അങ്ങനെ ഇൻറ്റു ചെയ്യാം. √3 പ്ലസ് 1 ദ ഹോൾ സ്ക്വയർഡ് ആവും. a സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ പ്ലസ് 2ab4 ഹോൾ ഡിവൈഡഡ് ബൈ a സ്ക്വയർ മൈനസ് ബി സ്ക്വയർ 3 മൈനസ് 1 2√6 2√2 4 പ്ലസ് 2√3 ഹോൾ ഡിവൈഡഡ് ബൈ 2. 2 കോമൺ എടുക്കാം. √6 പ്ലസ് √2 പ്ലസ് 2 പ്ലസ് √3. ഇവിടെ ഓപ്ഷൻസിലൊരു പ്രത്യേകത ഒന്ന് പറയുകയാണ്. അപ്പം നമുക്ക് ഞാൻ ഫൈനൽ ആൻസർ ചെയ്തു. അപ്പം ഓപ്ഷനിൽ ഈ ഒരു ഓപ്ഷൻ, ഇത് ഓപ്ഷൻ ബി ആണ്. ഇത് ഒഴികെ ബാക്കി എല്ലാ ടേമിലും മൈനസ്, അങ്ങനെ ഒരു ടേം മൈനസാണ്. നമുക്ക് ന്യൂമറേറ്റർ √3 പ്ലസ് 1 കൊണ്ട് ഇൻറ്റു ചെയ്ത സമയത്ത് നമ്മൾ നോക്കണം, എല്ലാം അവിടെ പോസിറ്റീവാണ്. എല്ലാം പോസിറ്റീവ് വരുന്ന ഒരു ഓപ്ഷൻ ഇത് മാത്രമേ ഉള്ളൂ, ഈ ബി മാത്രമേ ഉള്ളൂ. അപ്പം നിങ്ങൾക്ക് എക്സാമിന് എഴുതുമ്പോൾ ഇത്രയും കംപ്ലീറ്റ് ചെയ്യാതെ തന്നെ നമുക്കിത് ഓപ്ഷൻ ബി. പിന്നെ ഞാൻ ഫൈനൽ ആൻസർ നിങ്ങൾക്ക് മനസ്സിലാകാനാണ് ഫുൾ എഴുതിയത്. കാരണം ഇവിടെ ഓപ്ഷൻസ് ബാക്കി എല്ലാ ഓപ്ഷൻസിലും √2 √2 പ്ലസ് √3 പ്ലസ് 2 മൈനസ് √6
അങ്ങനെയുണ്ട്. അപ്പം നമുക്ക് ഒരു സ്റ്റെപ്പ് എത്തുമ്പോൾ ഇതിന് മുമ്പുള്ള സ്റ്റെപ്പ് എത്തുമ്പോൾ തന്നെ നമുക്ക് ഇതാണ് ഓപ്ഷൻ എന്ന് മനസ്സിലാക്കാൻ പറ്റും. കാരണം അത് എല്ലാം പ്ലസ് ആണ് വരുന്നത്. ഓക്കെ, താങ്ക് യു.